ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഒരു ഡിഫറെൻറ്റ് കാര്യമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇത് ഏഞ്ചൽ നമ്പേഴ്സിൻ്റെ ഒരു ഡെക്കാണ്. ഇതിൽ പല ഏഞ്ചൽ നമ്പേഴ്സും കൊടുത്തിട്ടുണ്ട്. ചിലത് നിങ്ങൾ കാണുന്നതായിരിക്കാം, ചിലത് നമ്മളത്ര റെയർ ആയിട്ട് മീൻസ് കാണാത്ത ചില നമ്പേഴ്സ് കൂടി ഉണ്ട്. പക്ഷെ എന്നാലും ആർക്കെങ്കിലും ഒക്കെ ചിലപ്പോൾ റെസനേറ്റ് ആവാം. ഓക്കെ, നമുക്ക് ഈ നമ്പേഴ്സ് എടുക്കാം ആദ്യം. ആൻഡ് ആ നമ്പേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജസ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് വരാൻ പോകുന്ന നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന മെസ്സേജസ് ഏഞ്ചൽ നമ്പേഴ്സിൻ്റെ ത്രൂ. ഓക്കെ, ആദ്യം നമുക്ക് ഏഞ്ചൽ നമ്പർ എടുക്കാം. ആൻഡ് അതിലും മെസ്സേജ് ഉണ്ട്, പ്ലസ് ടാരോന്ന് കൂടി നമുക്ക് നോക്കാം. ഓരോ കാർഡിനും കുറച്ച് ടാരോ എടുത്ത് നമുക്ക് അങ്ങനെ അതായിട്ട് ഒരു എത്ര എണ്ണം എടുക്കാം? ഒരു 5 എണ്ണമെങ്കിലും എടുക്കാം അല്ലേ? ലെറ്റ്സ് സീ. നിങ്ങൾ യൂഷ്വലായിട്ട് കാണുന്നത് വരാം, അല്ലെങ്കിൽ അല്ലാത്തതും വരാം. ബട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ മെസ്സേജസ് അതിൽ നിന്ന് കിട്ടാനുണ്ടാവും എന്ന് വിചാരിക്കാം. സോ ഏഞ്ചൽ നമ്പേഴ്സ് യൂണിവേഴ്സ് എന്താ നമുക്ക് തരുന്നത്? 3, 2, 1 ലെറ്റിംഗ് ഗോ. ഓക്കെ, ഞാൻ വായിക്കാം. 888 വെരി നൈസ് നമ്പർ. ഓക്കെ, 3 പ്രോഗ്രഷൻ 1, 2, 3. വാവ്, awesome. ഇതിടയ്ക്ക് നമ്മൾ ടാരോക്ക് എടുക്കുമ്പോൾ ഞങ്ങളിത് നോട്ട് ചെയ്യാറുണ്ട്. നമ്മളിങ്ങനെ ആ ഒരു 1, 2, 3 എന്ന് വരുന്നത്. ഓക്കെ, 1, 2, 1 ഒന്നുകൂടി എടുക്കാം. എവല്യൂഷൻ 5, 6, 7. ഓക്കെ, ഇത് കാണിക്കാതിരിക്കാൻ ഓക്കെ, ഇവിടെ 2, 2, 2 ഉണ്ട്. ഓക്കെ, ബോട്ടം നമുക്ക് 2, 2, 2 മെയിൻറ്റെയിൻ ഹാർമണി ആൻഡ് ബാലൻസ് ഇൻ യുവർ ലൈഫ് ടു മാനിഫെസ്റ്റ് യുവർ ഡിസയേഴ്സ് എന്നാണ് പറയുന്നത്. നമ്പർ 2, 2, 2 നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതെപ്പോഴും നമ്മളോട് പറയുന്നത് ലൈഫിൽ, അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് എത്താൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മളിലേക്ക് എത്തുന്നു എന്ന് മാത്രമല്ല, നമ്മൾ അലൈൻ ആവുന്നു എന്ന് പറയും. അതായത് നമ്മളുടെ ചിന്തകളും റിയാലിറ്റിയും ഒരുപോലെ ആവാൻ തയ്യാറെടുക്കുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ലൈഫിനെ കാര്യങ്ങളെ നമുക്ക് എന്താണോ ആഗ്രഹം അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം. ഓക്കെ, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് എനിക്കത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാന്നാലോചിക്കാം ഞാൻ. നിങ്ങൾ വേണ്ട കാര്യത്തിന് അത് അച്ചീവ് ചെയ്യാൻ വേണ്ട സ്റ്റെപ്സ് നിങ്ങൾ എടുക്കാം എന്ന രീതിയിൽ. സോറി. ഓക്കെ, ആക്ച്വലി മിറർ നമ്പർ ഉണ്ട് 3, 2, 1, 1, 2, 3. ഓക്കെ, ഇവിടെ 2 തരത്തിലും രണ്ടും വന്നിട്ടുണ്ട്. ഒന്ന് ലെറ്റിംഗ് ഗോ ആൻഡ് പ്രോഗ്രഷൻ. സോ നമുക്ക് യെസ്. ഓക്കെ, ആദ്യത്തത് ലെറ്റിംഗ് ഗോ, സറണ്ടർ ആൻഡ് ലെറ്റ് ഗോ ഓഫ് കൺട്രോൾ, റിലീസ് റെസിസ്റ്റൻസ് ആൻഡ് ട്രസ്റ്റ് ഇൻ ദ ഫ്ലോ ഓഫ് ലൈഫ്, നോയിങ് ദാറ്റ് എവറിത്തിങ് അൺഫോൾഡ്സ് ഇൻ ഡിവൈൻ ടൈമിങ് ആൻഡ് ഫോർ യുവർ ഹയസ്റ്റ് ഗുഡ് എന്നാ പറയുന്നത്. ആദ്യം നിങ്ങളോട് പറയുന്നത് എല്ലാം ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടും ടോട്ടൽ ഓപ്പോസിറ്റ് കാര്യങ്ങളാണ്. ഓക്കെ, പ്രോഗ്രഷനിൽ പറയുന്നത് യു ആർ എക്സ്പീരിയൻസിങ് ഫോർവേഡ് മൂവ്മെന്റ് ആൻഡ് ദ സീക്വൻഷ്യൽ അൺഫോൾഡിംഗ് ഓഫ് ഈവൻസ്, ട്രസ്റ്റ് ദ നാച്ചുറൽ ഫ്ലോ ഓഫ് ലൈഫ് ആൻഡ് ടേക്ക് സ്റ്റെപ്സ് ടുവേർഡ്സ് ഗോൾസ് വിത്ത് കോൺഫിഡൻസ്. ഓക്കെ, ഇത് പറയുന്നത് നിങ്ങളോട് എല്ലാം ലെറ്റ് ഗോ ചെയ്യാനാണ്. മനസ്സിൽ നിന്ന് ഒന്നിനെയും നിങ്ങൾ പിടിച്ചു വെക്കാതിരിക്കുക, ഒന്നിൻ്റെ റിസൾട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുക. ഓക്കെ, നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഒരു ഫലത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കരുത് എന്ന് പറയില്ലേ, ആ രീതിക്കാണ് നിങ്ങളോട് പറയുന്നത്. ഗോ വിത്ത് ദ ഫ്ലോ, സറണ്ടറിലേക്ക് വിട്ടുകൊടുക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ, എല്ലാം യൂണിവേഴ്സിന് വിട്ടുകൊടുക്കൂ. നിങ്ങൾ ജസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് നമ്മളുടെ കർമ്മ ചെയ്തു പോവുക, നമ്മുടെ കടമകൾ, നമ്മുടെ ജോലികൾ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു പോകൂ എന്ന രീതിയിലാണ്. ഓക്കെ, ബാക്കിയെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് അതിൻ്റെ ഒരു റിസൾട്ടിനെ കുറിച്ചുള്ള ചിന്ത എല്ലാം വിട്ട് കളയൂ എന്ന രീതിക്കാണ് പറയുന്നത്. ബട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഫോർവേഡ് മൂവ്മെന്റ് ഉണ്ടാവും എന്നും പറയുന്നുണ്ട്. ഓക്കെ, ട്രസ്റ്റ് ദ നാച്ചുറൽ ഫ്ലോ ആൻഡ് നിങ്ങളുടെ ഗോൾസിന് വേണ്ടിയിട്ട്, അതിന് വേണ്ടി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കോൺഫിഡൻസോടെ മുന്നോട്ട് പോകാനാണ് പറയുന്നത്. സോ ഇവിടെ രണ്ടും തമ്മിൽ കണക്ഷൻ ഉണ്ട്. അതായത് ഒന്ന് പറയുന്നത് ലെറ്റ് ഗോ, സറണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യാതിരിക്കലല്ല, അത് മനസ്സിലാക്കുക. നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഈവൻ ജോലിയിലെന്നല്ല, നമ്മൾ ജോലിയിലൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. ബട്ട് ഒരു ബന്ധത്തിൽ അല്ലെങ്കിൽ ഒരു ലൈഫിൻ്റെ വേറെ പല കാര്യങ്ങളിൽ നമുക്ക് എങ്ങനെയാണ് എന്തെങ്കിലും ചെയ്യാതിരിക്കുക എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ഓക്കെ, എന്ന് വെച്ചാൽ നമുക്ക് അതിന് വേണ്ട എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതുണ്ടാവും. ഇപ്പോൾ ബന്ധങ്ങൾ ബെറ്റർ ആവണമെങ്കിൽ എന്താ വേണ്ടത്? അവിടെ സംസാരിക്കല്, നമ്മൾ തമ്മിൽ പരസ്പരം സ്നേഹത്തോടെ ഇരിക്കുക, ടൈം സ്പെൻഡ് ചെയ്യുക, ഒന്നിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക, അതും എല്ലാം ഇതിൽ പെടും. ഓക്കെ, ഇപ്പം ഇവിടെ പറയുന്ന അതൊക്കെ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ബട്ട് എന്താ, നിങ്ങൾ സ്നേഹം കൊടുക്കുക ഒരു വ്യക്തിക്ക്, അതിൽ നിന്ന് പക്ഷെ തിരിച്ച് നിങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ നിങ്ങൾ ചെയ്യുക, സറണ്ടർ ചെയ്യുക എന്നാണ് പറയുന്നത്.
ജോലിയിലാണെങ്കിൽ യെസ്, നിങ്ങൾ വേണ്ട എഫേർട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ എത്ര സാലറി കിട്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊമോഷൻ വരുന്നുണ്ടോ, വേറെ ആർക്കെങ്കിലും കിട്ടിയോ, ഇതൊന്നും നിങ്ങൾ ചിന്തിക്കാതിരിക്കുക എന്നാണ് പറയുന്നത്. സോ അങ്ങനെ മനസ്സിലാക്കുക. അതാണ് സറണ്ടറിങ്, ലെറ്റിംഗ് ഗോ എന്ന് പറയുന്നത്. ആൻഡ് പക്ഷെ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താണോ നല്ലത് അത് നിങ്ങളിലേക്ക് വരുന്നു എന്നുകൂടിയാണ് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ മേ ബി നമ്മൾ വീട്ടുകാർക്ക് വേണ്ടിയിട്ട്, മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയിലായാലും എവിടെയായാലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അതിൽ നിന്ന് തിരിച്ച് എനിക്ക് എന്ത് കിട്ടി, അത് കിട്ടിയാൽ മാത്രമേ ഞാൻ സന്തോഷമാവുള്ളൂ എന്ന് ചിന്തിക്കാതിരിക്കുക. ആ ചെയ്യുന്നതിൻ്റെ ഒരു ഫ്ലോ നമ്മൾ എൻജോയ് ചെയ്യുക, ആ ചെയ്യുന്ന കാര്യം നമ്മൾ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ സറണ്ടറിങ് എന്ന് പറയുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ ഒരാൾക്ക് സ്നേഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്നേഹം എനിക്ക് ആ വ്യക്തിയിൽ തന്നെ ചിലപ്പോൾ തിരിച്ച് കിട്ടണമെന്നില്ല, നിർബന്ധമില്ല. ഓക്കെ, ബട്ട് യൂണിവേഴ്സ് എവിടെന്നെങ്കിലും നമുക്ക് നമ്മൾ ഈ കൊടുത്ത ഒന്നും വേസ്റ്റ് ആവില്ല എന്ന് മനസ്സിലാക്കുക. അപ്പം നമ്മൾ ആർക്കെങ്കിലും പണം കൊടുത്ത് സഹായിച്ചു, ആരെങ്കിലും സഹായിച്ചു, നമ്മൾ വിചാരിക്കും അവരെ ഹെൽപ്പ് ചെയ്താൽ അവർ നമ്മുടെ നമ്മളോടൊരു സ്നേഹം തോന്നും, അറ്റാച്ച്മെന്റ് തോന്നും, അല്ലെങ്കിൽ അവർക്ക് നമ്മളൊരു റെസ്പെക്ട് ഉണ്ടാവും, ഒരു നന്ദി പറയും. അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുക എന്ന രീതിയിലാണ്. ഓക്കെ, അതുപോലെ തന്നെ ജോലി ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. എന്താവും എന്നതിൻ്റെ റിസൾട്ട് എനിക്കിതൊരു പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ഒരു ഉദ്ദേശം വെച്ചൊക്കെ നമ്മൾ ചെയ്യും. യെസ്, വേണം, ഗോൾസ് വേണം, വേണ്ട എന്നല്ല പറയുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം അത് കിട്ടിയാൽ മാത്രമേ സന്തോഷമാവുള്ളൂ എന്ന് ചിന്ത, അപ്പോൾ മാത്രമേ എനിക്ക് ജോലി ചെയ്യാൻ താല്പര്യമുള്ളൂ എന്ന് പറഞ്ഞിരിക്കാൻ പാടില്ല. ഓക്കെ, സോ നിങ്ങളോട് പറയുന്നത് ഇങ്ങനെ ഈ ഒരു സറണ്ടറിങ് നമ്മുടെ ഉള്ളിൽ വന്നാൽ മാത്രമേ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോവുള്ളൂ. ഓക്കെ, അത് മനസ്സിലാക്കാം. ബട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് കൊണ്ടുതരും. ഓക്കെ, യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് എന്താണോ നല്ലത്, നിങ്ങൾ എത്രത്തോളം അർഹിക്കുന്നുണ്ടോ അത് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരും. ആൻഡ് ഇവിടെ അബൻഡൻസ്, യെസ്, തീർച്ചയായിട്ടും ഇത് മണി അബൻഡൻസിനെയാണ് കാണിക്കുന്നത്. ഫൈനാൻഷ്യൽ അബൻഡൻസ് ആൻഡ് സക്സസ് ആർ ഓൺ ദ ഹൊറൈസൺ. ഓക്കെ, നിങ്ങളോട് പറയുന്ന മണി, നിങ്ങൾക്ക് കുറച്ച് പേർക്ക് ഫൈനാൻഷ്യലി അബൻഡൻസ് എന്തോ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഇത് കുറച്ച് പേർക്ക് ലക്കി നമ്പറായിട്ട് നിങ്ങൾ എടുത്തോളൂ. ഓക്കെ, 888 ഇത് നിങ്ങൾക്ക് വളരെ ലക്ക് കൊണ്ടുവരുന്നുണ്ട്, മണി എസ്പെഷ്യലി ഫൈനാൻഷ്യലി. ഓക്കെ, ആൻഡ് ഇവിടെ 1-to-1 ഹാർമണി, എംബ്രേസ് ഹാർമണി ഇൻ യുവർ ലൈഫ്, സീക്ക് ബാലൻസ് ബിറ്റ്വീൻ യുവർ ഫിസിക്കൽ, ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ വെൽബീങ്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് ഒന്ന് ശാന്തമായിട്ട് ഇരിക്കാനാണ്. ഓക്കെ, ആദ്യത്തെ കാര്യം, നമ്മളെപ്പോഴും എന്ത് സിറ്റുവേഷനിലും നമ്മൾ കൂടുതൽ ഇമോഷണലും ആവരുത്, കൂടുതൽ പ്രാക്ടിക്കലും ആവരുത് എന്ന് പറയും. എന്ന് വെച്ചാൽ ഒരുപാട് ഇമോഷണലായിട്ട് വളരെ കരച്ചിലും പിഴിച്ചിലും അങ്ങനത്തെ ഒരു രീതിയും ആയി പോകരുത്. ഇമോഷണൽ അങ്ങനെ ആവാൻ പാടില്ല, എന്നാലൊട്ട് കല്ലുപോലെ ആവാൻ പാടില്ല. ഓക്കെ, ഒരു മീഡിയം എപ്പോഴും നമ്മൾ ബാലൻസ് ചെയ്യണം. ഓക്കെ, ആ ഒരു കാര്യമുണ്ട്. പിന്നെ തീരുമാനങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ, ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ എല്ലാം നമ്മളെ തന്നെ ഒരു ബാലൻസിൽ വെക്കുക. അതിപ്പോൾ നമ്മൾ വേറെ തരത്തിലും ഞാൻ പറയാം, ലൈക്ക് ജോലി ചെയ്യുമ്പോൾ ജോലി മാത്രം എന്ന് പറഞ്ഞ് ജീവിക്കരുത്. അങ്ങനെയല്ല, നിങ്ങൾക്ക് ഫാമിലി ലൈഫും വേണം, അല്ലെങ്കിൽ ഫ്രണ്ട്സും വേണം, കുറച്ച് എൻജോയ്മെൻറ്റും വേണം, എല്ലാം വേണം. അതേപോലെ വെറും ഫാമിലി, ഫ്രണ്ട്സ്, എൻജോയിങ് മാത്രം ആവാനും പാടില്ല. കുറച്ച് ജോലി, അതിൽ രണ്ടും കൂടി എല്ലാ കാര്യങ്ങളും ലൈഫിൽ എപ്പോഴും നമ്മൾ ബാലൻസിൽ കൊണ്ടുപോകണം എന്ന രീതിയിലാണ്. ഓക്കെ, ആ ഒരു ഹാർമണി ആക്ച്വലി നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് ഇവിടെ യൂണിവേഴ്സ്. ആൻഡ് നിങ്ങളോടൊരു അഡ്വൈസ് കൂടിയാണ്, കീപ് ഹാർമണി. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നത് ചിലപ്പോൾ ഓവറായിട്ട്, അല്ലെങ്കിൽ ഒരു ഭാഗത്തേക്ക് ഒരു കാര്യം നിങ്ങൾ കൂടുതലായിട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പം നിങ്ങളോട് പറയുന്ന ഒരു ബാലൻസ് വെക്കൂ എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇവിടെ എവല്യൂഷൻ 5-6-7 ആണിത്. 1-2-3 കഴിഞ്ഞ് ഇവിടെ 5-6-7 4 മാത്രമേ ഇല്ലാത്തുള്ളൂ. ഓക്കെ, യു ആർ ഇവോൾവിങ് സ്പിരിച്വലി ആൻഡ് ഇമോഷണലി, മൂവിങ് ടുവേർഡ്സ് ഗ്രേറ്റർ വിസ്ഡം ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. നിങ്ങളോട് ഈ നമ്പർ കാണുന്ന ആൾക്കാർക്ക് നിങ്ങൾ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് വരുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സുമായിട്ട് കണക്ഷൻ വരുന്നുണ്ട്. മെഡിറ്റേഷനോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ കൂടുതൽ സ്പിരിച്വൽ ആക്കുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് കണക്ട് ആവുന്നുണ്ടാവും. ഈവൻ നിങ്ങൾക്ക് കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് വരുന്നുണ്ട്. സിറ്റുവേഷൻ എന്താണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന രീതിക്കൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. ഇത് രണ്ടിനെ കുറിച്ചും സാറി എനിക്ക് ഒരുപാട് പറയാനുണ്ടായിരുന്നു, കുറച്ച് നീണ്ടുപോയി, സോറി. കാരണം ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ലെറ്റിംഗ് ഗോ നമ്മൾ സറണ്ടറിങ് നമ്മുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഇതെല്ലാം വരുന്നത്. ഓക്കെ, ഓരോ കാര്യം നിങ്ങൾക്ക് വരുന്നത് എപ്പോഴാണ്, നമ്മൾ പൂർണ്ണമായിട്ട് യൂണിവേഴ്സിന്റെ മുമ്പിൽ സറണ്ടർ ചെയ്യുമ്പോഴാണ്. എന്ത് തന്നെ എനിക്ക് സംഭവിച്ചാൽ, അതുപോലെ എന്ത് കിട്ടിയാലും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാം. എന്താണോ എനിക്ക് തരുന്നത് ഞാൻ അതിൽ ഹാപ്പിയാണ് എന്ന രീതിയിൽ. ഓക്കെ, എന്തായാലും ഇവിടെ ഫൈനാൻഷ്യൽ അബൻഡൻസ് ഉണ്ട്, നിങ്ങളുടെ ലൈഫ് പ്രോഗ്രസ് ചെയ്യും എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളോട് ലേശം ബാലൻസ് വെക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, ബാലൻസ് എന്ന് പറയുമ്പോൾ മേ ബി റിലേഷൻഷിപ്സിലായാലും ഫാമിലിയിലായാലും എവിടെയായാലും ശരി, നിങ്ങൾ എല്ലാവരുമായിട്ടും ഒരു അധികം നിങ്ങൾ ശാന്തമായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക, എല്ലാവരുമായിട്ടൊരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ഇവിടെ നിങ്ങളുടെ ഒരു എവല്യൂഷൻ സംഭവിക്കുന്ന ഒരു സമയമാണ്, നിങ്ങളുടെ ഒരു സ്പിരിച്വലി ഗ്രോത്ത് വരുന്ന ഒരു സമയമാണ് കാണുന്നത്. കുറച്ച് ടാരോ കാർഡ്സ് കൂടി എടുക്കാം. ഇത് ടാരോ വേണ്ടിയിരുന്നില്ല തോന്നിട്ട്, ബട്ട് സാരമില്ല. ലെറ്റ്സ് സീ, ഈ മെസ്സേജസ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് നമുക്കൊന്ന് നോക്കാം. ഹെർമിറ്റ്, ക്വീൻ ഓഫ് പെന്റക്കിൾസ്, അബൻഡൻസ്, പേജ് ഓഫ് വാൻഡ്സ്,
എയ്റ്റ് ഓഫ് പെൻഡിക്കിൾസ്, 8 നമ്പർ വീണ്ടും വന്നിട്ടുണ്ട്. സോ 8 നിങ്ങൾക്ക് നിങ്ങളുടെ ഫൈനാൻഷ്യൽ കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു മാറ്റം നല്ലോണം കാണും. ഓക്കെ, സ്ട്രെങ്ത്, വെരി ഗുഡ്. ഓക്കെ, മതി, കൂടുതൽ എടുക്കുന്നില്ല. ഓക്കെ, ഇവിടെ അഗൈൻ ഹെർമിറ്റും പറയുന്നത് നമ്മളൊരു തരം സറണ്ടറിങ് എന്ന രീതിയിലാണ്, നമ്മളുടെ ഉള്ളിലേക്ക് നോക്കുകയാണ്. ഓക്കെ, നമ്മൾ അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കുക, കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. ശരിക്കും ഒരു സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ കാര്യം എടുക്കാം നമുക്കിവിടെ. ഓക്കെ, നിങ്ങൾ സ്പിരിച്വലി മാത്രമല്ല നിങ്ങൾ യൂണിവേഴ്സിനെ മനസ്സിലാക്കും, നിങ്ങൾ അവനവനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നതായിട്ടൊരു സമയം കാണുന്നുണ്ട്. എവിടെയോ യൂണിവേഴ്സിന് മുമ്പിൽ ഒരു സറണ്ടറിങ് നമുക്ക് ഇതിലും എടുക്കാം. ഓക്കെ, നിങ്ങൾ കുറച്ചൊന്ന് സൈലന്റ് ആവുന്നുണ്ടാവാം, നിങ്ങൾ ആരോടും അധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവില്ല, ക്വയറ്റായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. മേ ബി അത് നിങ്ങളുടെ ഉൾവലിയാണ്. ഉൾവലിയെന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ തനിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നത്? അവനവൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ നോക്കാൻ ശ്രമിക്കുകയാണ്. ആൻഡ് അതാണ് വേണ്ടതും. ഇങ്ങനെ നോക്കുമ്പോഴേ നമ്മൾക്ക് നമ്മളുടെ ഉള്ളിൽ എന്തൊക്കെയാണ് മാറ്റം വരുത്തേണ്ടത് എന്നുള്ളത് നമ്മൾക്ക് അറിയുള്ളൂ. ഓക്കെ, ലൈഫിനെ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത് എന്ന രീതിക്ക് ചിന്തിക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ പേജ് ഓഫ് വൺസ് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തുടക്കത്തിന്റെ കാര്യമാണ്. ഇവിടെ നിങ്ങളുടെ ഗോൾസിൽ നേരത്തെ പറഞ്ഞിരുന്നു. എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ മുന്നോട്ട് കോൺഫിഡൻസോടെ പോകാനാണ് പറയുന്നത്. ഓക്കെ, സോ അഗൈൻ ഇവിടെയും അത് തന്നെയാണ്. എന്തെങ്കിലും നിങ്ങളുടെ ഒരു ആഗ്രഹം ഉണ്ടാവാം, നിങ്ങളുടെ ഒരു പാഷനേറ്റ് ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. അതിൻ്റെ ഒരു തുടക്കമാണ് കാണുന്നത് ഇവിടെ. എനിക്ക് ആ ഒരു തുടക്കം സ്റ്റേജ് ആണ്. സോ അത് നിങ്ങൾക്ക് നല്ലതായിരിക്കും, മുന്നോട്ട് പോകൂ ധൈര്യത്തിൽ എന്ന് പറയുന്നുണ്ട്. ക്വീൻ ഓഫ് പെൻഡിക്കിൾസ്, ഡെഫിനറ്റ്ലി ജോലി, കരിയർ, മണി വൈസ് നിങ്ങൾക്ക് ഒരു അബണ്ടൻസ് ആണ് വരാൻ പോകുന്നത്. അഗൈൻ ഇവിടെ ജോലിയുടെയും കാണുന്നുണ്ട്, ഹാർഡ് വർക്ക് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ഹാർഡ് വർക്കിന് റിസൾട്ട് യൂണിവേഴ്സ് തന്നോളും. ഇതാണ് സറണ്ടറിങ് ഞാൻ പറഞ്ഞത്. നമ്മൾ ചെയ്യാനുള്ള എന്താണ്? ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുക, കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാം. ഓക്കെ, എപ്പോഴും നമുക്ക് ഇടയ്ക്കൊന്ന് റെസ്റ്റ് എടുക്കുന്ന, ബ്രേക്ക് എടുക്കുന്നൊക്കെ വരും. ഓക്കെ, ടയർഡായി തോന്നും നമുക്ക്, യെസ്, ഓക്കെ, ബട്ട് എന്നാലും ഗിവ് അപ്പ് ചെയ്യാതെ മുന്നോട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും പ്രശ്നങ്ങളും ഒബ്സ്റ്റക്കിൾസും വരുമ്പോൾ അതിനെ മറികടന്ന് പോകാൻ നമ്മൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഇവിടെ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ അബണ്ടൻസ് ആണ് കാണുന്നത്. ജോലി, കരിയറിലൊക്കെ ഒരു ഗ്രോത്ത് എന്ന് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ജോലി കിട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ മണി എന്തെങ്കിലും വരുന്ന കാര്യമായിരിക്കും. നിങ്ങൾ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആവുന്നതാണ് എനിക്ക് കാണുന്നത്. ആൻഡ് അഗെയിൻ ഇവിടെ നിങ്ങളുടെ ഹാർഡ് വർക്ക് എന്ന രീതിക്ക് കാണുന്നുണ്ട്. ബട്ട് വർക്കിൽ മാത്രമായി പോകണ്ട. ഓക്കെ, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാലൻസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ വെറും വർക്ക് അല്ലെങ്കിൽ മണി മൈൻഡ് മാത്രമായി പോകരുത്, ഫൈനാൻഷ്യൽ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. ഓക്കെ, കുറച്ചുകൂടി നമ്മളുടെ ഇമോഷണൽ സൈഡ് കൂടി ആവശ്യമാണ്. ഓക്കെ, സോറി, ഇമോഷണൽ മാത്രമല്ല സ്പിരിച്വൽ സൈഡ് കൂടി നമുക്ക് വേണം. കുറച്ച് പേർക്ക് മേ ബി നിങ്ങൾ സ്പിരിച്വൽ ആവാൻ കൂടി പറയുന്നുണ്ട്. ഒരല്പം പ്രാർത്ഥന കാര്യങ്ങൾ അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ ആഡ് ചെയ്യുക. സോ യെസ്, ഇവിടെ ഇത് രണ്ടും കാണുമ്പോൾ യെസ്, ഡോണ്ട് സീക്ക് ബാലൻസ് ബിറ്റ്വീൻ യുവർ ഫിസിക്കൽ, ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ വെൽബീങ്. നിങ്ങൾ കൂടുതലും ഐ തിങ്ക് ഇപ്പോൾ മെറ്റീരിയൽ കാര്യങ്ങളെക്കുറിച്ച് മാത്രമായിരിക്കും ചിന്തിക്കുന്നത്. അത് വേണ്ട എന്നല്ല. ഓക്കെ, അത് ആവശ്യമുണ്ട് നമുക്ക് ജീവിതത്തിൽ. യെസ്, ഇത് വളരെ അത്യാവശ്യം തന്നെയാണ്. പൈസ ഇല്ലാതെ ഒന്നും, യെസ് ഐ നോ, മനസ്സിലാവുന്നുണ്ട്. പക്ഷെ പറയുന്നത് ഇത് മാത്രം ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോകരുത്. നിങ്ങൾ എഫേർട്ട് ഇടണം, യെസ്, പക്ഷെ കുറച്ചൊക്കെ നിങ്ങളുടെ ഒരു സ്പിരിച്വലി യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുക. ആ ഒരു ഗ്രോത്ത് കൂടി നമുക്ക് ആവശ്യമാണ്. ഓക്കെ, എവിടെ ഒരു ഇത് ഞാൻ കേട്ടിരുന്നു, നമ്മൾ എന്തിനാണ് ഈ പ്രാർത്ഥന കാര്യങ്ങൾ എന്ന രീതിക്കൊക്കെ. ഓക്കെ, ഇപ്പം നമ്മൾ പണം കൊടുത്തിട്ട് അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് ഭക്ഷണം കഴിക്കാൻ വാങ്ങിക്കാം, അല്ലേ? നമ്മുടെ വയറ്റിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, യെസ്, ഓക്കെ. ബട്ട് സോളിൻ്റെ കാര്യം ആര് നോക്കും? നമ്മുടെ സോൾ കൂടി മാറ്ററാണ്, അത് മനസ്സിലാക്കുക. ഓക്കെ, നമ്മുടെ സോളിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രാർത്ഥന അല്ലെങ്കിൽ മെഡിറ്റേഷൻ, പ്രാർത്ഥിക്കൽ, ബുക്ക് കേൾക്കുക, ഭഗവാനെ കുറിച്ച് അറിയുക, ദൈവത്തിനെ കുറിച്ച്, യൂണിവേഴ്സിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുക. അതൊക്കെ നമ്മളുടെ സോൾ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ അതുകൂടി ആവശ്യമാണ്. ആൻഡ് ഇവിടെ സ്ട്രെങ്ത് കാണുന്നുണ്ട്. നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത്തിനെയാണ് ഇത് പറയുന്നത്. നിങ്ങൾ ഡെവലപ്പ് ആവുന്നു, ഞാൻ പറഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്, സ്ട്രെങ്ത് എല്ലാം നിങ്ങൾക്ക് വരുന്നു എന്ന രീതിയിലാണ് നിങ്ങളുടെ ഒരു ഗ്രോത്ത് ആണ് കാണുന്നത്. നിങ്ങൾ സ്ട്രോങ് ആയിട്ട് വരുന്നു. ഓക്കെ, എന്തും ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആ ഒരു സ്ട്രെങ്ത് ഉണ്ട്, അത് പുറത്ത് നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങും. ഓക്കെ, സോ ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ഐ ഹോപ്പ് ഇന്നത്തെ റീഡിങ് സ്റ്റാർട്ടിങ് പാർട്ട് ലേശം ബോറിംഗ് ആയി. ഐ നോ, സോറി, സ്കിപ്പ് ചെയ്ത് നോക്കൂ. കുറച്ച് ഫാസ്റ്റായിട്ട് കേട്ടാൽ മതി, ഞാൻ കമൻറ്റിലിടാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.